ട്യൂട്ടോറിയലിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാറ്റ്ലാബ് ആണ്. നമ്മുടെ മൈൻഡിൽ മാറ്റ്ലാബിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എന്താണ് മാറ്റ്ലാബ്, എന്തൊക്കെയാണ് മാറ്റ്ലാബിൻ്റെ യൂസസ്, എന്തൊക്കെയാണ് മാറ്റ്ലാബിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസ്, എന്തുകൊണ്ടാണ് മാറ്റ്ലാബ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്, ദെൻ ഏതൊക്കെയാണ് മാറ്റ്ലാബ് എൻവയോൺമെൻറ്റ്സ് എന്നൊക്കെ. സോ ഞാൻ ഈ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് മാറ്റ്ലാബ് ആണ്. എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്നൊക്കെ അറിയണം. സോ അമേരിക്കൻ മാത്തമാറ്റീഷ്യനും ന്യൂമറിക്കൽ അനാലിസിസിൽ സ്പെഷ്യലൈസ് ചെയ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിരുന്നു ലീ മോളർ. അദ്ദേഹമാണ് മാറ്റ്ലാബ് എൻവയോൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ന്യൂമറിക്കൽ കമ്പ്യൂട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന രണ്ട് ഫോർട്രാൻ ലൈബ്രറീസായ ലിൻപാക്ക് ആൻഡ് ഇസ്പാക്ക്. ലിൻപാക്ക് മീൻസ് ലീനിയർ സിസ്റ്റം പാക്കേജ്, ഇസ്പാക്ക് മീൻസ് ഐഗൺ സിസ്റ്റം പാക്കേജ്. ഈ രണ്ട് പാക്കേജസിൻ്റെയും ഓതേഴ്സിൽ ഒരാളായിരുന്നു ലീ മോളർ. ഈ പാക്കേജസിൻ്റെ പ്രോബ്ലം എന്തെന്നാൽ സ്റ്റുഡൻസിന് ഈ പാക്കേജസ് യൂസ് ചെയ്യണമെങ്കിൽ ഫോർട്രാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മസ്റ്റായും അറിഞ്ഞിരിക്കണം. അറിയാത്തവർക്ക് ഈ പാക്കേജ് ആക്സസ് ചെയ്യാൻ കഴിയില്ല. സോ ഫോർട്രാൻ പഠിക്കാതെ ഈ രണ്ട് പാക്കേജസും എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ സൊല്യൂഷൻ എന്ന നിലയിലാണ് ലീ മോളർ മാറ്റ്ലാബ് എൻവയോൺമെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. സോ 1970s യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോയിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയർമാനായി വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം മാറ്റ്ലാബ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും സ്പ്രെഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അപ്ലൈഡ് മാത്തമാറ്റിക്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്ട്രോങ് സപ്പോർട്ട് ലഭിച്ചു. ഈ ദൗത്യത്തിൽ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്ത മറ്റൊരു വ്യക്തിയായിരുന്നു സ്റ്റീവ് ബാങ്കേർഡ്. 1983 ജാക്ക് ലിറ്റിൽ എന്ന പ്രശസ്ത എഞ്ചിനീയർ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ലീ മോളറെ വിസിറ്റ് ചെയ്യുകയും മാറ്റ്ലാബിൻ്റെ കൊമേഴ്ഷ്യൽ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഈ ഡെവലപ്മെൻറ്റ് ടാസ്കിൻ്റെ പങ്കാളിയാവുകയും ചെയ്തു. 1984 ആയപ്പോഴേക്കും അവർ മാത്ത് വർക്ക് എന്ന കമ്പനി ഫൗണ്ട് ചെയ്തു. തുടർന്ന് അവർ മാറ്റ്ലാബ് സി ലാംഗ്വേജിലേക്ക് റിട്ടേൺ ചെയ്തു. അതോടെ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനായി. സോ ഈ മാറ്റ്ലാബ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ലിൻപാക്ക്, ഇസ്പാക്ക് എന്ന രണ്ട് ഫോർട്രാൻ ലൈബ്രറീസ് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. സോ അങ്ങനെയാണ് മാറ്റ്ലാബ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തത്. സോ നെക്സ്റ്റ്, വാട്ട് ഈസ് മാറ്റ്ലാബ് നൗഡേയ്സ്? ഇന്ന് മാറ്റ്ലാബിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. 2004 1 മില്യൺ യൂസേഴ്സാണ് മാറ്റ്ലാബിന് ഉണ്ടായിരുന്നത്. സോ ദ യൂസേഴ്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, സയൻസ്, എക്കണോമിക്സ് തുടങ്ങിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള യൂസേഴ്സ് ആയിരുന്നു കൂടുതലും. എന്നാൽ ഇന്ന് 5000-ഓളം കോളേജസും യൂണിവേഴ്സിറ്റീസും മാത്ത് വർക്ക് പ്രൊഡക്റ്റായ മാറ്റ്ലാബും സിമുലിങ്കും ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ പുതിയ കണക്കുകൾ പ്രകാരം 2020 ലോകമെമ്പാടും 4 മില്യൺ യൂസേഴ്സാണ് മാറ്റ്ലാബിനുള്ളത്. സോ അതാണ് ഇന്നത്തെ മാറ്റ്ലാബിൻ്റെ സ്റ്റാറ്റസ്. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് മാറ്റ്ലാബ്? മാറ്റ്ലാബ് എന്നത് മെട്രിക്സ് ലബോറട്ടറിയുടെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ മെട്രിക്സ് ലബോറട്ടറി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ 3 ലെറ്റേഴ്സ് മാറ്റ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം. ദെൻ ലബോറട്ടറിയുടെ ഫസ്റ്റ് 3 ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതണം. സോ അത് ശ്രദ്ധിക്കുക. സോ മാറ്റ്ലാബ് എന്നത് മെട്രിക്സ് ലബോറട്ടറിയുടെ ഷോർട്ട് ഫോം ആണ്. സോ എഞ്ചിനീയറിംഗ്, സയൻസ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ് തുടങ്ങിയ മേഖലകളിലെ കമ്പ്യൂട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെട്രിക്സ് ബേസ്ഡ് സോഫ്റ്റ്വെയർ പാക്കേജാണ് മാറ്റ്ലാബ്. അതായത് മാറ്റ്ലാബിൻ്റെ ബേസിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. മെട്രിക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. മെട്രിക്സ് മീൻസ് ഒരു അറേ ഓഫ് ഡാറ്റ എലമെൻറ്റ്സിനെ റോസ് ആൻഡ് കോളംസ് ആയി അറേഞ്ച് ചെയ്യുന്ന ഒരു 2-dimensional സ്ട്രക്ചറാണ് മെട്രിക്സ്. സോ ഇത്തരം മെട്രിക്സുകളാണ് മാറ്റ്ലാബിൻ്റെ ബേസിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. മാറ്റ്ലാബ് ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷനിലാണ്, അല്ലാതെ മാത്തമാറ്റിക്സിലല്ല. സോ ഈ പ്ലാറ്റ്ഫോം
കമ്പ്യൂട്ടേഷൻ, വിഷ്വലൈസേഷൻ, പ്രോഗ്രാമിംഗ് എന്നിവയെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ഈസി ടു യൂസ് എൻവയോൺമെൻറ്റ് ആണ്. ഈസി ടു യൂസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ C++, ജാവ ഇവയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ്വെയർ പാക്കേജിൻ്റെ വിഷ്വലൈസേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് മച്ച് ഈസിയർ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഈസി ടു യൂസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഈ പ്ലാറ്റ്ഫോമിൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് നമുക്ക് ഫെമിലിയർ ആയ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് യൂസ് ചെയ്തായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് മാറ്റ്ലാബിൻ്റെ കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളത്. കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മീൻസ് മാറ്റ്ലാബിൽ നമ്മളിപ്പോൾ ക്യാപിറ്റൽ A ആൻഡ് സ്മോൾ ലെറ്റർ A ഈ രണ്ട് ലെറ്റേഴ്സും എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ടും മാറ്റ്ലാബ് റീഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മീനിങ്ങിലായിരിക്കും. സോ ക്യാപിറ്റൽ A എന്ന് പറയുന്നതും സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് മാറ്റ്ലാബിനെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, മാറ്റ്ലാബ് ഒരു കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ദെൻ അവൈലബിൾ ഫോർ ബോത്ത് വിൻഡോസ് ആൻഡ് ലിനക്സ്. സോ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് R2019B വേർഷൻ മാറ്റ്ലാബാണ്. സോ ഇപ്പോൾ R2020B വേർഷനൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ R മീൻസ് റിലീസ് എന്ന മീനിങ് ആണുള്ളത്. 4 ഡിജിറ്റ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ വേർഷൻ റിലീസ് ചെയ്ത ഇയർ ആണ്. അപ്പോൾ ഇവിടെ എൻ്റെ വേർഷൻ R2019B ആണ്. അത് റിലീസ് ചെയ്തത് 2019 ദെൻ അത് കഴിഞ്ഞൊരു ആൽഫബറ്റ് വരുന്നുണ്ട്. ആൽഫബറ്റ് A, സ്മോൾ ലെറ്റർ AO B ആവാം. ഹിയർ ഇറ്റ് ഈസ് B. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് B ഈസ് ന്യൂ വേർഷൻ ദാൻ A എന്നാണ്. ദെൻ നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് മാറ്റ്ലാബ് ഇത്രയും യൂസേഴ്സ് യൂസ് ചെയ്യുന്നത്? സോ 2 റീസൺസ് ആണുള്ളത്. മാറ്റ്ലാബിന് സയൻസ് ആൻഡ് ടെക്നോളജീസിൽ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് മാറ്റ്ലാബിന് സയൻസ് ആൻഡ് ടെക്നോളജി ഏരിയാസിൽ. കൂടാതെ അതിൻ്റെ വിഷ്വലൈസേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു, വിഷ്വലൈസേഷൻ ആൻഡ് പ്രോഗ്രാമിങ്ങിന് എന്നിവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഈസി ടു യൂസ് എൻവയോൺമെൻറ്റ് ആണ് മാറ്റ്ലാബിനുള്ളതെന്ന്. ഈ 2 റീസൺസും കൊണ്ടാണ് മാറ്റ്ലാബ് ഇത്രയും വൈഡ്ലി യൂസ് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ എന്താണ് മാറ്റ്ലാബ് എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മാറ്റ്ലാബിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ്. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മാറ്റ്ലാബ് ട്രീറ്റ്സ് എവറി ഡാറ്റ ആസ് മെട്രിക്സ്. അതായത് മാറ്റ്ലാബിൻ്റെ ബേസിക് ഡാറ്റ സ്ട്രക്ചർ പറഞ്ഞു മെട്രിക്സ് ആണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഇൻപുട്ട് മാറ്റ്ലാബിന് കൊടുത്താലും, ദാറ്റ് മേ ബി നമ്പേഴ്സ്, ഇമേജസ്, വീഡിയോ, എന്ത് ഇൻപുട്ട് ആയാലും മാറ്റ്ലാബ് അതിനൊരു മെട്രിക്സ് ആയി ട്രീറ്റ് ചെയ്യുള്ളൂ. സോ അതാണ് മാറ്റ്ലാബിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് വൺ, മാറ്റ്ലാബ് ഈസ് ആൻ ഇൻ്റർപ്രറ്റർ ലാംഗ്വേജ്, നോട്ട് എ കമ്പൈലർ ബേസ്ഡ് വൺ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ മെയിൻലി 2 ടൈപ്പ് ലാംഗ്വേജസ് ഉണ്ട്. ഒന്ന് ഇൻ്റർപ്രറ്റർ ലാംഗ്വേജ് ആൻഡ് കമ്പൈൽഡ് ലാംഗ്വേജ്. സോ C++ പോലുള്ള കമ്പൈൽഡ് ലാംഗ്വേജസ് ജനറലി കമ്പൈലിംഗ് എന്ന പ്രോസസ്സിന് ശേഷം മാത്രമേ ആ പ്രോഗ്രാമിനെ റൺ ചെയ്യുള്ളൂ. എന്നാൽ ഇൻ്റർപ്രറ്റർ ലാംഗ്വേജ് ഡയറക്റ്റ്ലി പ്രോഗ്രാമിനെ റൺ ചെയ്യും. അവിടെ കമ്പൈലിംഗ് പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. സോ മാറ്റ്ലാബ് ഒരു ഇൻ്റർപ്രറ്റർ ലാംഗ്വേജ് ആണ്. ലൈക്ക് ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ പോലെ മാറ്റ്ലാബും ഒരു ഇൻ്റർപ്രറ്റർ ലാംഗ്വേജ് ആണ്. സോ ഇവിടെ കമ്പൈലിംഗ് എന്ന പ്രോസസ്സ് ആവശ്യമില്ല. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മാറ്റ്ലാബ് ഡസ് നോട്ട് നീഡ് എനി വേരിയബിൾ ഡിക്ലറേഷൻസ്. അതായത് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പോലെ മാറ്റ്ലാബിൽ വാല്യൂസ് അസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ്, മാറ്റ്ലാബ് ഹാസ് നോ പാക്കേജിങ്. മാറ്റ്ലാബിന് പാക്കേജിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. മാറ്റ്ലാബിനകത്ത് ഒരുപാട് ടൂൾ ബോക്സസ് അവൈലബിൾ ആണ് നമുക്ക്. ഫൈനലി, മാറ്റ്ലാബ് ഡസ് നോട്ട് നീഡ് എനി സ്റ്റോറേജ് അലൊക്കേഷൻ. സ്റ്റോറേജ് അലൊക്കേഷൻ്റെ ആവശ്യവും ഇല്ല. അടുത്തതായിട്ട് നമ്മൾ മാറ്റ്ലാബിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. ആപ്ലിക്കേഷൻ ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് മാറ്റ്ലാബ് ടൂൾ ബോക്സസ് പരിചയപ്പെടണം. സോ മാറ്റ്ലാബ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് സിഗ്നൽ പ്രോസസ്സിംഗ്,
സിഗ്നൽ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ്, ഇമേജ് പ്രോസസ്സിംഗ്, എംബഡഡ് സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ് തുടങ്ങിയ ആപ്ലിക്കേഷൻസിലാണ്. സോ ഇതൊരു സിമുലേഷൻ പ്ലാറ്റ്ഫോം കൂടി ആയതിനാൽ സിമുലേഷനോടൊപ്പം കോഡ്സ് ജനറേറ്റ് ചെയ്യാനും ഇത്തരം കോഡ്സിനെ ടെസ്റ്റ് ചെയ്യാനും അതിൻ്റെ അനാലിസിസ് നടത്താനും ഈ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാം. ഓട്ടോമോട്ടീവ്, ബയോടെക്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഫിനാൻഷ്യൽ സർവീസസ്, സെമി കണ്ടക്ടേഴ്സ്, സോഫ്റ്റ്വെയർ ആൻഡ് ഇൻ്റർനെറ്റ്സ്, എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ, റെയിൽവേ സിസ്റ്റംസ് തുടങ്ങിയ ഇൻഡസ്ട്രീസിലും മാറ്റ്ലാബ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത്തരം ആപ്ലിക്കേഷൻസ് മാറ്റ്ലാബിൽ പോസിബിൾ ആവുന്നത് മാറ്റ്ലാബിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾ ബോക്സസ് യൂസ് ചെയ്യുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മാറ്റ്ലാബിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് മാറ്റ്ലാബിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾ ബോക്സസിനെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ എയ്റോസ്പേസ് ടൂൾ ബോക്സ്, ദെൻ ബയോ ഇൻഫോർമാറ്റിക്സ് ടൂൾ ബോക്സ്, നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ടൂൾ ബോക്സ്, ദെൻ കമ്പ്യൂട്ടർ വിഷൻ ടൂൾ ബോക്സ്, കൺട്രോൾ സിസ്റ്റം ടൂൾ ബോക്സ്, ഇമേജ് പ്രോസസ്സിംഗ് ടൂൾ ബോക്സ്, ന്യൂറൽ നെറ്റ്വർക്ക് ടൂൾ ബോക്സ്, സിഗ്നൽ പ്രോസസ്സിംഗ് ടൂൾ ബോക്സസ്, DSP സിസ്റ്റം ടൂൾ ബോക്സസ്. ഇത്രയും ടൂൾ ബോക്സസ് അല്ല, ഇനി ഒരുപാട് ടൂൾ ബോക്സസ് ഉണ്ട് മാറ്റ്ലാബിൽ. സോ ഈ ടൂൾ ബോക്സിൻ്റെ അവൈലബിലിറ്റിയാണ് മാറ്റ്ലാബ് ഇത്ര അധികം ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ അതിനെ സഹായിക്കുന്നത്. സോ നെക്സ്റ്റ് അടുത്ത് മാറ്റ്ലാബ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നോക്കാം. മാറ്റ്ലാബിനകത്തൊരു ലോങ് ലിസ്റ്റ് ഓഫ് ബിൽട്ട് ഇൻ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. ഇത്തരം മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ ബിൽട്ട് ഇൻസ് എന്നാണ് പറയുന്നത്. സോ ഇത്ര എലിമെൻ്ററി ഫങ്ഷൻസ് ആണ് സൈൻ, കോസ്, ഇൻവേഴ്സ്, ഐ, റാൻഡ്, വൺസ്, സീറോസ്, സൈസ്, മാക്സ് ഇതൊക്കെ. കൂടാതെ എ കോസ് എക്സ് ഉണ്ട്, എ സൈൻ എക്സ്, എ ടാൻ എക്സ്, മിൻ ഓഫ് എക്സ് ഉണ്ട്, സീൽ എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്, ഫ്ലോർ, ആങ്കിൾ, ലോഗ്, SQRT സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു കമാൻഡാണ്. ദെൻ എക്സ്പോണൻഷ്യലിന് EXP. സോ ഇത്തരം എലിമെൻ്ററി ഫങ്ഷൻസ് കൂടാതെ തന്നെ മാറ്റ്ലാബിൽ ഒരുപാട് പ്രീ ഡിഫൈൻഡ് കോൺസ്റ്റൻറ്റ് വാല്യൂസും ഉണ്ട്. സോ അതും നമുക്ക് നോക്കാം. സോ മാറ്റ്ലാബിൽ യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആൻഡ് മീനിങ്സ് ആണിത്. സോ സെമിക്കോളൻ യൂസ് ചെയ്യുന്നത് കമാൻഡ് വിൻഡോയിൽ ഔട്ട്പുട്ടിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഈക്വൽ ടു അസൈൻമെൻറ്റ് പ്ലസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മെട്രിക്സ് പ്രോഡക്റ്റ്, പോസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് ഇൻവേഴ്സ്, പ്രീ മൾട്ടിപ്ലൈ വിത്ത് ഇൻവേഴ്സ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലോജിക്കൽ നോട്ട്, L for logical or, dot for element wise operation or decimal point, then parent directory, continuation, range, matrix entry, addressing array elements, cell array addressing, percentage is used for commenting. So commenting നമ്മൾ റൺ ചെയ്യാത്ത ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്ത് വയ്ക്കും, അതിനാണ് പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നത്. സോ ഇനിയുണ്ട് പ്രീ ഡിഫൈൻഡ് കോൺസ്റ്റൻറ്റ് വാല്യൂസ്. I for imaginary notation, I ഉണ്ട്, J ഉണ്ട്. ഐയും ജെയും ഇമാജിനറി യൂണിറ്റുകളാണ്. ദെൻ പൈ ഇൻഡിക്കേറ്റ്സ് 3.14 വാല്യൂ, 3.14159. INF means infinity, NaN means not a number, EPS means spacing of floating point numbers, U means prints a variable in workspace, Y means answers to such a question, Beep means produces a beep sound. സോ ഇതൊക്കെയാണ് മാത്ലാബിൽ അവൈലബിൾ ആയിട്ടുള്ള എലിമെൻ്ററി ഫങ്ഷൻസും പ്രീ ഡിഫൈൻഡ് കോൺസ്റ്റൻറ്റ് വാല്യൂസും. അടുത്തത് നമ്മൾ നോക്കുന്നത് എങ്ങനെ മാറ്റ്ലാബ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നതാണ്. മാറ്റ്ലാബ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഐക്കൺ ഡെസ്ക്ടോപ്പിൽ അപ്പിയർ ചെയ്യും. സോ ഈ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ദെൻ അപ്പോൾ ഒരു സ്പെഷ്യൽ വിൻഡോ ഓപ്പൺ ചെയ്യും. ഈ ഐക്കണകത്ത് നമുക്ക് 3 കാര്യങ്ങളായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് വൺ, ഏത് വേർഷൻ മാറ്റ്ലാബാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കാണാൻ പറ്റും. ദെൻ നമ്മുടെ
മാത്ത് വർക്ക് പ്രൊഡക്റ്റിൻ്റെ നെയിം മാറ്റ്ലാബ് എന്ന നെയിം കാണാൻ പറ്റും. ദെൻ നമ്മുടെ കമ്പനി നെയിം, ഇതാണ് മാറ്റ്ലാബ് ഐക്കണിൽ നമുക്ക് കാണാൻ സാധിക്കുക. സോ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു സ്പെഷ്യൽ വിൻഡോ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. ആ വിൻഡോ മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് എന്ന് പറയും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പിനെ കുറിച്ചാണ്. സോ അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് മാറ്റ്ലാബിൻ്റെ ഹിസ്റ്ററി നോക്കി, മാറ്റ്ലാബിൻ്റെ ഫീച്ചേഴ്സ് നോക്കി, മാറ്റ്ലാബിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾ ബോക്സസ് നോക്കി, ദെൻ മാറ്റ്ലാബിലുള്ള ഇൻബിൽറ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നോക്കി, പ്രീഡിഫൈൻഡ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് നോക്കി, ദെൻ എങ്ങനെ മാറ്റ്ലാബ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് നോക്കി. ദെൻ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ മാറ്റ്ലാബ് ഡെസ്ക്ടോപ്പ് വിൻഡോയെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.